BFA എൻട്രൻസ് എക്സാം എഴുതാൻ പോണവർക്കാണ് ഈ വീഡിയോ. എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനെ മെയിനായിട്ട് 4 ആയിട്ട് തിരിച്ച്, ഒന്നാമത്തേന്ന് പറയുന്നത് ഡ്രോയിങ് ടെസ്റ്റ് ആണ്. അതൊരാളെ ഇരുത്തി വരയ്ക്കും. ഇതിന് പ്രാക്ടീസ് ഇല്ലാണ്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതിനെന്താ, വീട്ടിലുള്ളവരെ തന്നെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ആർട്ടിനെ കുറിച്ച് ഒരു 25 മാർക്കിന്റെ റിട്ടേൺ എക്സാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ. അതുപോലെ യൂട്യൂബിലൊക്കെ നമ്മുടെ PSC എക്സാമിന്റെ ആർട്ട് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും കൂടെ ഉപകാരമാവും. അങ്ങനെ ആർട്ടിനെ ബേസ് ചെയ്ത് എവിടെ നിന്നൊക്കെ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക. അതുപോലെ ക്രിയേറ്റീവ് റൈറ്റിംഗ് ടെസ്റ്റ് ഉണ്ട് 80 മാർക്കിന്റെ. ഇത് എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ മാത്രം എടുക്കുന്നവർക്ക് എഴുതേണ്ട എക്സാം. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴേ ഡിസൈൻ ടെസ്റ്റ്, ക്രിയേറ്റീവ് പെയിന്റിംഗ് ടെസ്റ്റ്, അതുപോലെ ക്രിയേറ്റീവ് സ്കൾപ്ചർ ടെസ്റ്റ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. എക്സാമിന് ഈ 3 എണ്ണത്തിൽ ഏത് അറ്റൻഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്കൾപ്ചറോ പെയിന്റിങ്ങോ അപ്ലൈഡ് ആർട്ടോ പിന്നീട് സ്പെഷ്യലൈസേഷനായി എടുക്കാം. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന സ്പെഷ്യലൈസേഷൻ മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 2 എക്സാമുകളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ അപ്ലൈഡ് ആർട്ട്, പെയിന്റിങ്, സ്കൾപ്ചർ എന്നിങ്ങനെയുള്ള BFA സ്പെഷ്യലൈസേഷൻസ് എടുക്കാനുള്ളവരാണെങ്കിൽ ഈ 3 എക്സാം ആണ് കേട്ടോ അറ്റൻഡ് ചെയ്യേണ്ടത്. ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ